ബാംഗ്ലൂർ വരെ എത്തിയിട്ട് ശിവാജി മിലിറ്ററി ഹോട്ടലിൽ പോയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോശമല്ലേ? എന്നാ വായോ, കുറച്ച് കാത്തിരുന്നാൽ എന്താ? ദാ ഇവനെ അങ്ങ് കയ്യിൽ കിട്ടുമ്പോഴേക്കും ആ ക്ഷീണമൊക്കെ അങ്ങ് മാറിക്കോളും. ഇല ഉണക്കിയെടുത്ത് അത് ഈർക്കിൽ കൊണ്ട് ദാ ഇതുപോലൊരു ഷേപ്പ് ഉണ്ടാക്കി അതിൽ വിളമ്പുന്നതാണ് ഈ ഡൊണ്ണി ബിരിയാണി. നല്ല സ്പൈസി ആയിട്ടുള്ള റൈസും വളരെ സോഫ്റ്റായ മീറ്റും, ഓ ഒരു കിടുക്കാച്ചയായിട്ട് ഞാൻ കൊതി മാറാഞ്ഞിട്ട് ഒരു മട്ടൺ ഡ്രൈ കൂടി ഓർഡർ ചെയ്തു. നല്ല സ്പൈസി ഗ്രേവിയിൽ ജ്യൂസി മട്ടൺ, പൊളി. അങ്ങ് കർണാടകയിലൊക്കെ പണ്ട് കാലത്ത് എല്ലാ സ്ഥലത്തും ഈ ഇറച്ചിയൊന്നും കിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ സോൾജേഴ്സിനും മറ്റാളുകൾക്കും വേണ്ടിയിട്ട് ഇറച്ചിയടങ്ങുന്ന ഹെവി മീൽ കൊടുക്കുന്ന ഓരോരോ സ്ഥലങ്ങൾ തുടങ്ങി. അങ്ങനെയാണ് ഈ മിലിറ്ററി ഹോട്ടലിൻ്റെ ആരംഭം. അയ്യോ, കഥ പറഞ്ഞു വന്നപ്പോഴേക്കും വണ്ടി അങ്ങ് നാഗാർജുന റെസ്റ്റോറൻറ്റിൽ എത്തിയോ? ആ നിൽക്ക്, ഇവിടെ ഉണ്ടല്ലോ നല്ല അടിപൊളി ആന്ധ്ര സ്റ്റൈൽ ബിരിയാണി കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. അതുകൂടി ഒന്ന് ട്രൈ ചെയ്താലോ? ഇവനാണ് മുതൽ. ഈ ആന്ധ്ര സ്റ്റൈൽ ചിക്കൻ ബിരിയാണിയുടെ ഒരു പിടിയെടുത്ത് വായിൽ വെച്ചപ്പോഴേക്കും എൻ്റെ അമ്മ, ഫ്ലേവറിൻ്റെ ഒരു എക്സ്പ്ലോഷൻ തന്നെ നടന്നു. ആ മസാലാസിൻ്റെയും ചിക്കൻ്റെയും ഫ്ലേവർ ആ റൈസിൽ ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ആ ഇലയിൽ കൂടി ആ ഫ്ലേവർ ഉണ്ടെന്ന് പറഞ്ഞാൽ കൂടി പോവില്ല.